ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ സ്ഥിരമായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അവർ സ്ഥിരമായിട്ട് തന്നെ നമുക്ക് കമൻറ്റ് ഇടാറുണ്ട്. അതും ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ. ഇപ്പോൾ കാണുന്നവർ എല്ലാവരും കമൻറ്റ് ഇടുന്നില്ല, പക്ഷേ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താനും അതുപോലെ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത് കേട്ടോ. അതിനൊക്കെ കൂടുതലായിട്ട് പ്രചോദനം തരുന്നത് നിങ്ങളുടെ ലൈക്കും കമൻസും ഷെയറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ സന്തോഷം നിലനിർത്തുക, എങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുക എന്നതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയുക, നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ. എന്തൊക്കെ ബോൾഡാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ആവില്ല. ആ ഒരു പ്രശ്നം മനുഷ്യ സഹജമാണ് അല്ലേ. അതുപോലെ തന്നെ സുഖം, ദുഃഖം, സന്തോഷം എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. ചിലർ അത് എല്ലാവരും ഒതുക്കി ആരോടും പറയാതെ കാണിക്കാതെ ഇരിക്കും. ചിലർ അങ്ങനെയല്ല, അത് പ്രകടമാക്കും. അത് എന്താ പറയുക, ചിലരുടെ രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് അവർ പ്രകടമാക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു സങ്കടവും വിഷമവും ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവില്ലേ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എവിടെ പോയാലും സന്തോഷം ഉണ്ടാവുകയുള്ളൂ അല്ലേ. മനസ്സ് സന്തോഷം ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് ശരിയായിട്ട് വരില്ല. നമ്മൾ എത്രത്തോളം സന്തോഷിക്കാൻ ശ്രമിച്ചാലും പക്ഷേ അത് ആ മുഖത്ത് കാണില്ല കേട്ടോ. മനസ്സിൻ്റെ ഉള്ളിലെ വിഷമം മുഖത്ത് എന്താ പറയുക, മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. ഇന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുടുംബമാകുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നം, അതുപോലെ ഭാര്യയ്ക്ക് മാത്രമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകും, ഭർത്താവിന് മാത്രമായിട്ടുണ്ടാകും, കുട്ടികൾക്ക് മാത്രം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഉപദേശിക്കില്ലേ, അങ്ങോട്ട് ഉപദേശിക്കും. ആ സമയത്ത് അവർക്ക് ഉപദേശമല്ല കേട്ടോ വേണ്ടത്. നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ആദ്യം ആൾക്കാർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഉപദേശമായിരിക്കും. ഉപദേശം എന്നുള്ളത് അത് ഉപദേശിക്കുന്ന ആൾക്ക് അതൊരു വിഷയമായിരിക്കില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് അതൊരു തീരെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ. കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ഉപദേശിക്കുകയല്ല വേണ്ടത് കേട്ടോ. ഉപദേശം കേൾക്കും തോറും നമുക്ക് എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തിനോടുള്ള വിഷമം നമുക്ക് കൂടുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ആ സമയത്ത് ഉപദേശമല്ല നമുക്ക് വേണ്ടത്, അതിനു പകരം ഒരു ചേർത്തു പിടിക്കലും ഒരു വാക്കും മാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വാക്ക് എന്ന് പറയുന്നത് എന്താണ്, ചേർത്ത് പിടിച്ച് എല്ലാത്തിനും കൂടെ ഞാനില്ലേ എന്ന ആ ഒരൊറ്റ വാക്ക് മാത്രം മതിയാകും കേട്ടോ. നമ്മൾ ഇത്രയും നാൾ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളെല്ലാം ആ വാക്കിൽ, ആ ഒരൊറ്റ വാക്കിൽ തന്നെ ആ ഒരു നിമിഷം മുതൽ ഇല്ലാതായി പോകില്ലേ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണ്, എല്ലാ കാര്യവും പറയും, അതുപോലെ തന്നെ എല്ലാ കാര്യവും ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യം മാത്രം നമ്മൾ പറയില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എന്താണ് പറഞ്ഞാൽ, ചേർത്ത് പിടിച്ച് എല്ലാ കാര്യത്തിലും ഞാനില്ലേ എന്ന ആ ഒരു വാക്കാണ് കേട്ടോ. പക്ഷേ അതിന് പകരം കൂടുതലായിട്ട് നമ്മൾ ഉപദേശിക്കുകയാണ് ചെയ്യാറുള്ളത്. ഉപദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഉപദേശം കൊണ്ട് തന്നെ ആരും ഇതുവരെ നന്നായി ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഉപദേശിക്കും തോറും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൂടുതൽ ആവർത്തിച്ച് ചെയ്യാനാണ് എല്ലാവരും നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഈ ഒരു വാക്ക് ഞാനില്ലേ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു വാക്ക് നമ്മൾ പറയാൻ റെഡിയാണെങ്കിൽ തന്നെ അവിടെ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതായിരിക്കും കേട്ടോ. കുട്ടികൾക്കായാലും ശരി, ഭാര്യയ്ക്കായാലും ശരി, ഭർത്താവിനായാലും ശരി, ആ ഒരു വാക്കായിരിക്കും അവർ നമ്മളിൽ നിന്ന് കേൾക്കാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മളാണെങ്കിലോ ചിലപ്പോൾ ആ വാക്ക് പറയുകയില്ല. അതുമാത്രമല്ല കുറ്റപ്പെടുത്തലും ഉപദേശവും കൂടുതലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയില്ലേ. അപ്പോൾ ഒരുപാട് കാര്യം പറയുന്നു എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, എന്താണ് അതിൽ നമ്മൾ പറയുന്നത്, അത് കേൾക്കുന്നവർക്ക് എന്തു സന്തോഷമാണ് നൽകുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരുടെ മുഖം കണ്ടാലറിയാം, അവർക്ക് അനുഭവിച്ചിട്ടുള്ള വേദനയെല്ലാം തന്നെ ആ ഒരു നിമിഷത്തിൽ അവർ മറന്ന് ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റില്ലേ.
അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്ത് പ്രശ്നം വന്നാലും കൂടെയുള്ളവരെ കൈവിടാതെ ചേർത്ത് പിടിച്ച് ഞാനില്ലേ എന്ന് അവർക്ക് ഒരു ഉറപ്പും അവർക്കൊരു വിശ്വാസം കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് പോകാൻ ഒരുപാട് സാധിക്കും കേട്ടോ. ഈ ഒരൊറ്റ വാക്ക് തന്നെ മതിയാകും അവർക്ക് ആജീവനാന്തം നമ്മളോടുള്ള സ്നേഹം കൂടാനും അതുപോലെ തന്നെ സന്തോഷം കിട്ടാനും വേണ്ടിയിട്ട് കേട്ടോ. കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്നവരുടെ കയ്യിൽ തന്നെയാണ് അല്ലേ. അത് പരസ്പരം വിശ്വാസവും സ്നേഹവും കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലേ. നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരും നമ്മളെ സന്തോഷിപ്പിച്ചിട്ടും കാര്യമില്ല. കുടുംബത്തിലുള്ളവർ നമ്മളെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് നല്ല സന്തോഷം ഉണ്ടാവുകയും മാത്രമല്ല നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് കൂടി പുതിയൊരു തലമുറയ്ക്ക് കൂടിയിട്ട് ആ സന്തോഷം എന്താണ്, കുടുംബജീവിതം എന്താണ് എന്നതിനെക്കുറിച്ച് അറിയുകയുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാകും എന്ത് പ്രശ്നമാണെങ്കിലും ശരി എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ അമ്മ എനിക്ക് വേണ്ടപ്പെട്ടവർ എന്തായാലും അവരുടെ കൂടെ ഉണ്ടാവും എന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ഒരു വിധത്തിലും കൈവിടാതെ നമുക്ക് ഒരു വാക്കുകൊണ്ട് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്യണം കേട്ടോ. എന്താ പറഞ്ഞാൽ ഒരു വാക്ക് അത് എത്രത്തോളം അവർക്ക് സന്തോഷം നൽകുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ദുഃഖത്തിലിരിക്കുന്ന നമ്മൾക്ക് ആ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് അതിൽ പരം ഒരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. അത്രയും സന്തോഷമായിരിക്കും. എന്ത് പ്രശ്നമാണെങ്കിലും ശരി എന്തായാലും ശരി നമുക്ക് നേരിടുമ്പോൾ നമുക്ക് ഒരുമിച്ച് നേരിടാം, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാം. എന്ത് പ്രശ്നമാണെങ്കിലും ശരി, സാമ്പത്തികമായിട്ടാണെങ്കിൽ ശരി, അതുപോലെ തന്നെ അസുഖത്തിൻ്റെ കാര്യമാണെങ്കിൽ ശരി, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ നടന്നു പോകില്ലേ. ഇപ്പോൾ കുടുംബം പറയുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബം എന്ന് പറയുന്നത് അത് വെറും പറച്ചിൽ മാത്രമായിരിക്കും കേട്ടോ. എല്ലാ കുടുംബത്തിലും നമുക്ക് സന്തോഷവും സങ്കടവും അതുപോലെ ദുഃഖവും എല്ലാം വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊരു ലൈഫായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് വെറും ഒരു എന്താ പറയുക വെറുതെ പറയുന്ന ഒരു വാക്ക് മാത്രമായിരിക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൈവിടാതെ പിടിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിലും ആൾക്കാർക്കും നമുക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും വളരുന്ന നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിലും അതുപോലെ അവരുടെ ഭാവി തലമുറയ്ക്കും എല്ലാം ഇത് തന്നെ കൈമാറുമ്പോൾ എന്താ പറയുക പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനും കൂടെ നമുക്ക് ഇതിലൂടെ കഴിയുന്നതായിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിൽ നമ്മുടെ ഭാര്യ ഭർത്താവ് സ്നേഹം എങ്ങനെയാണോ പോകുന്നത് അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ മക്കൾ വളരുന്നത് കേട്ടോ. മാക്സിമം നമ്മൾ ഭാര്യയും ഭർത്താവും സന്തോഷത്തിൽ എന്താ പറയുക പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. ഇപ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങടും ഇങ്ങടും പറയാത്ത വീടുകൾ ഉണ്ടാവില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും അങ്ങടും ഇങ്ങടും ഒക്കെ പറയുകയും ചെയ്യും കേട്ടോ. പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രമായിരിക്കണം കേട്ടോ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ എൻ്റെ കൂടെ ഉണ്ടാവും, അവരുണ്ടാവും, എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലായിരിക്കണം കേട്ടോ നമ്മുടെ സ്നേഹം വളരേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നമില്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ എന്തായാലും വഴക്കൊക്കെ ഉണ്ടായി ഇടയ്ക്കൊക്കെ അതൊക്കെ ഉള്ളതും നല്ലതാണ് കേട്ടോ. അത് ഒന്നുകൂടെ സ്നേഹം വർദ്ധിക്കാൻ കൂടെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പറയുക നമുക്കൊരു ആത്മവിശ്വാസം വരും. നമ്മളെ കൈവിടാണ്ട് കൊണ്ട് നടക്കാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിന് ഒരു അർത്ഥം കൂടെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാനും കൂടെ പഠിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കുടുംബത്തിനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുക, അതുപോലെ എന്ത് സംസാരിക്കുകയാണെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പറയുക നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിന് ഒരു സന്തോഷം നൽകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുടുംബമാണോ അല്ലേ. അപ്പോൾ അവർ ഉൾക്കൊള്ളുത്തണം. മാക്സിമം എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഉൾപ്പെടുത്തിയിട്ട് വേണം കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവാറുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിനും അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എല്ലാത്തിനും നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ച് ചെയ്യുന്നതും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ അവരെ കൊണ്ടും നമ്മൾ ഉപദേശിക്കുന്നതിന് പകരം അവർക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് ഇങ്ങനെ ചെയ്താലേ നന്നായിരിക്കുള്ളൂ, ഇങ്ങനെ ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ വലിയവരാണെങ്കിലും ശരി, ചെറിയവരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, നമ്മൾ ഉപദേശിക്കുന്നതിന് പകരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്കത് ഭാവിയിൽ ഒരുപാട് ഉപകാരം ചെയ്യും കേട്ടോ. ഉപദേശം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വെറുപ്പായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഇതിങ്ങനെ ചെയ്താൽ കറക്റ്റാകും. അത് കറക്റ്റായി വരുമ്പോൾ അവർക്ക് അതിലുള്ള വിശ്വാസം കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഉപദേശിച്ചുകൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഉപദേശം പറയുമ്പോൾ അത് നമ്മളെ കൊണ്ടുള്ള വെറുപ്പിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉപദേശിക്കുന്നതിന് പകരം അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ നെഗറ്റീവ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അതവർ ചെയ്തു നോക്കുമ്പോൾ അത് കറക്റ്റായി കിട്ടുമ്പോൾ അവിടെ വിജയിക്കുന്നത് അവർ മാത്രമല്ല കേട്ടോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ ആ വിജയിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ബഹുമാനവും അവർക്ക് നമ്മളോട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ആരും ആയിക്കോട്ടെ അവർക്ക് കൊണ്ടൊക്കെ നമുക്ക് ഉപദേശം കൊടുക്കുന്നതിന് പകരം നമുക്കറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഉപദേശിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എളുപ്പത്തിന് മനസ്സിലാകും. ഇപ്പോൾ വലിയവർക്കാണെങ്കിലും ശരി, ചിലവർക്ക് നമ്മൾ അതിൻ്റേതായ രീതിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവാറുണ്ടാകുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് കൊണ്ടുവരുന്നതും ഇതിന് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഉപദേശങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉപദേശിക്കുന്നതിന് പകരം അതിൻ്റെ വരും വരായകളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് കൂടുതലായിട്ട് നല്ലത് കേട്ടോ. ഉപദേശം കൊണ്ട് നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് എന്തറിയോ അവിടെ കൂടുതലായിട്ട് പുതിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ അത് സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആർക്കായാലും ദേഷ്യം വരാത്ത ആൾക്കാരില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല നേർമയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുന്നതും അതുപോലെ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതും ചെയ്യുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉന്നമനത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ കുടുംബത്തിലെ സ്നേഹം കൂട്ടുന്നതിനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് ഉപദേശങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.